നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജ്ഞാനികളെക്കുറിച്ചുള്ള ഒരു കഥയാണ്. ഇത് ഒരുപാട് കാലമായി നമ്മൾ കേൾക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതൊരു വെറും ചരിത്ര സംഭവം മാത്രമല്ല, സത്യം തേടിയുള്ള നമ്മുടെയൊക്കെ യാത്രയുടെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പോ നമുക്ക് ഒരുമിച്ച് ആ യാത്രയുടെ ആഴങ്ങളിലേക്കൊന്ന് പോയി നോക്കിയാലോ? ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞൊരു രാത്രി. ആകാശത്ത് പെട്ടെന്ന് ഒരു പ്രത്യേക നക്ഷത്രം മറ്റെല്ലാത്തിനേക്കാളും ഒരുപാട് തിളക്കത്തോടെ നിൽക്കുന്നു. അതൊരു വെറും കാഴ്ചയായിരുന്നില്ല കേട്ടോ, അതൊരു അടയാളമായിരുന്നു. ഒരു പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു ദൈവികമായ അടയാളം. അവിടുന്നാണ് ഈ വലിയ യാത്രയുടെ തുടക്കം. കിഴക്കുനിന്ന് വന്ന ആ ജ്ഞാനികൾ, അവര് വെറും രാജാക്കന്മാര് മാത്രമായിരുന്നില്ല കേട്ടോ, അവര് വലിയ പണ്ഡിതരായിരുന്നു. ആകാശത്തെയും നക്ഷത്രങ്ങളെയും കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രജ്ഞർ കൂടിയായിരുന്നു. അപ്പോ ആരായിരുന്നു ശരിക്കും ഈ ജ്ഞാനികൾ? അവര് വെറും സാധാരണ യാത്രക്കാരൊന്നുമായിരുന്നില്ല. കിഴക്ക് നിന്നുള്ള വലിയ പണ്ഡിതന്മാർ. ജ്യോതിശാസ്ത്രത്തിൽ, അതായത് ആകാശത്തെക്കുറിച്ചുള്ള പഠനത്തിൽ നല്ല അറിവുള്ളവരായിരുന്നു. പക്ഷെ അതിനേക്കാളുമൊക്കെ വലുതെന്താണെന്ന് വെച്ചാൽ, ദൈവത്തെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന വിശ്വാസം നിറഞ്ഞ ഒരു ഹൃദയം അവർക്കുണ്ടായിരുന്നു, അല്ലേ? അറിവും വിശ്വാസവും രണ്ടും ഒരുമിച്ച് ചേർന്ന ഒരു അപൂർവ സംഗമം തന്നെ. അവരുടെ യാത്ര തുടങ്ങുന്നത് ഒരൊറ്റ ചോദ്യത്തിൽ നിന്നാണ്: യൂതന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെയാണ്? നോക്കൂ, എത്ര വ്യക്തമാണ് അവരുടെ ലക്ഷ്യം. ഒരു രാജാവ് ജനിച്ചിട്ടുണ്ട്, ആ രാജാവിനെ കണ്ടെത്തണം. ഈ ഒരു ഉറച്ച തീരുമാനമാണ് അവരെ അത്രയും ദൂരം യാത്ര ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ജ്ഞാനികളുടെ ഈ യാത്ര ശരിക്കും നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയ്ക്ക്, ഒരു വലിയ പാഠം തരുന്നുണ്ട്. എന്താണെന്നല്ലേ? സത്യം കണ്ടെത്തണമെങ്കിൽ നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന്, അതായത് നമ്മുടെ സുഖസൗകര്യങ്ങളുടെ ആ ഒരു ലോകം വിട്ട് പുറത്തിറങ്ങാൻ ധൈര്യം കാണിക്കണം. ശരി, അപ്പൊ നമുക്ക് അവരുടെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ യാത്ര ഒട്ടും എളുപ്പമൊന്നും ആയിരുന്നില്ല കേട്ടോ. വഴിയിൽ ഒരുപാട് വെല്ലുവിളികളും പരീക്ഷണങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നു. അപ്പോ അവരുടെ യാത്രയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ആദ്യം അവർ ആകാശത്ത് ആ പ്രത്യേക നക്ഷത്രത്തെ കണ്ടു. അതൊരടയാളമാണെന്ന് മനസ്സിലായപ്പോ ഒട്ടും വൈകിയില്ല, യാത്ര തുടങ്ങി. പിന്നെ ഒരു രാജാവിനെക്കുറിച്ചറിയാൻ ഏറ്റവും നല്ല സ്ഥലമേതാണ്? സ്വാഭാവികമായും രാജതലസ്ഥാനം തന്നെ, അല്ലേ? അതുകൊണ്ടവർ നേരെ ജെറൂസലേമിലേക്ക് വെച്ചുപിടിച്ചു. വളരെ ലോജിക്കലായ ഒരു നീക്കം. ജെറുസലേമിൽ വെച്ചാണ് കഥയിലെ ഒരു പ്രധാന ട്വിസ്റ്റ് വരുന്നത്. ഇവിടെ രണ്ട് തരം ആളുകളെ നമുക്ക് കാണാം. ഒരു വശത്ത് സത്യം മാത്രം തേടി വന്ന ജ്ഞാനികൾ, അവരുടെ ഡ്രൈവിംഗ് ഫോഴ്സ് വിശ്വാസമായിരുന്നു. എന്നാൽ മറുവശത്തോ, അധികാരം പോകുമോ എന്ന് പേടിച്ച് വിറച്ചിരിക്കുന്ന ഹെരോദാവ് രാജാവ്. അയാളുടെ ഓരോ പ്രവൃത്തിക്കും പിന്നിലും ഭയമായിരുന്നു. അപ്പോ ഹെരോദാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അവർ യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ ഈ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. ആ വലിയ വെളിപാടിന്റെ നിമിഷം, ജ്ഞാനികളുടെ ആ നീണ്ട യാത്രയുടെ അവസാനം, അവരുടെ ലക്ഷ്യം. ആലോചിച്ചു നോക്കൂ, മാസങ്ങളോളം അവർ യാത്ര ചെയ്തത് ഒരു രാജാവിനെ കാണാനാണ്. ഒരു കൊട്ടാരം, സിംഹാസനം, അതൊക്കെയാവോ അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ ആ നക്ഷത്രം അവരെ കൊണ്ടുപോയത് ഒരു കൊട്ടാരത്തിലേക്കായിരുന്നില്ല, ബെത്ലഹേമിലെ ഒരു സാധാരണ വീട്ടിലേക്കായിരുന്നു. ഒരു രാജാവ് ഇങ്ങനെയായിരിക്കുമോ? അവരുടെ എല്ലാ പ്രതീക്ഷകളെയും അത് മാറ്റിമറിച്ചു. അതാണ് ആ നിർണായകമായ നിമിഷം. അത്രയും വലിയ ജ്ഞാനികൾ, ശക്തർ, സമ്പന്നർ, അവരെല്ലാം ഒരു കൊച്ചുകുഞ്ഞിന്റെ മുന്നിൽ മുട്ടുകുത്തി ആരാധിക്കുന്നു. ഈ ലോകത്തിലെ എത്ര വലിയ അധികാരത്തിനും അറിവിനും ദൈവീകമായ എളിമയ്ക്കു മുന്നിൽ ഒരു സ്ഥാനവുമില്ല എന്ന് കാണിച്ചു തരുന്ന, ശരിക്കും നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നൊരു കാഴ്ചയാണത്. അവര് വെറുതെ വന്നതല്ല കേട്ടോ, അവരുടെ കയ്യില് വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വെറും സമ്മാനങ്ങളായിരുന്നില്ല. ഓരോന്നിനും അതിൻ്റെതായ വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്വർണം. അത് ആ കുഞ്ഞിന്റെ രാജത്വത്തെയാണ് കാണിക്കുന്നത്. പിന്നെ കുന്തുരുക്കം, അതായത് ഫ്രാങ്കിൻസെൻസ്, അത് ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ്. അത് ആ കുട്ടിയുടെ ദൈവത്വത്തെ സൂചിപ്പിച്ചു. മൂന്നാമത്തേത് മീർ. അത് ഭാവിയിൽ ആ കുഞ്ഞ് അനുഭവിക്കാൻ പോകുന്ന സഹനങ്ങളുടെ പ്രതീകമായിരുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാലെന്താ? ആ സമ്മാനങ്ങളിലൂടെ അവർ ലോകത്തോട് പറയുകയായിരുന്നു, ഈ കുഞ്ഞ് വെറുമൊരു കുട്ടിയല്ല, ഇവൻ രാജാവാണ്, ദൈവമാണ്, മനുഷ്യരുടെ രക്ഷകനുമാണ്. ഈ ഒരു തത്വചിന്തയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫിലോസഫിക്ക് 21ാം നൂറ്റാണ്ടിലും വലിയ പ്രസക്തിയുണ്ടല്ലേ? ഇന്നും നമ്മൾ കാണുന്നില്ലേ ആളുകൾ അധികാരത്തിനും പണത്തിനും വേണ്ടി ഓടുന്നത്? പക്ഷേ യഥാർത്ഥ ജ്ഞാനം, യഥാർത്ഥ ശക്തി, അതൊക്കെ എളിമയിലാണ് കുടികൊള്ളുന്നതെന്ന് ഈ കഥ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശരി, ഇനി നമുക്ക് ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരാം. ഒരു യഥാർത്ഥ ദൈവാനുഭവം, അതൊരു മനുഷ്യനെ എങ്ങനെയാണ് എന്നേക്കുമായി മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം.
അവിടെയാണ് ഒരു ദൈവികമായ ഇടപെടലുണ്ടാകുന്നത്. ജ്ഞാനികൾക്കൊരു സ്വപ്നത്തിൽ ഒരു മുന്നറിയിപ്പ് കിട്ടി, ഹെറോദാവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകരുത്. അതുകൊണ്ടവരെന്തു ചെയ്തു? അവർ വന്ന വഴിയെ പോയില്ല, പകരം മറ്റൊരു വഴിയിലൂടെ അവരുടെ നാട്ടിലേക്ക് മടങ്ങി. അപ്പോ എന്താണ് ഈ മറ്റൊരു വഴി എന്നു പറയുന്നത്? അതൊരു പുതിയ റോഡ് മാത്രമാണോ? അല്ല, അതൊരു പുതിയ ജീവിതരീതിയാണ്. അതിന്റെ അർത്ഥമിതാണ്: ദൈവത്തെ ശരിയും കണ്ടുമുട്ടിക്കഴിഞ്ഞാല് പിന്നെ പഴയ വഴിയിലൂടെ പഴയ രീതിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ തീരുമാനങ്ങൾ എല്ലാം മാറും. അതാണ് യഥാർത്ഥ മാറ്റം, യഥാർത്ഥ പരിവർത്തനം. അപ്പോ ഈയൊരു വലിയ യാത്രയെ നമുക്ക് 3 സ്റ്റെപ്പുകളായിട്ട് ചുരുക്കാം. 1. ദൈവം തരുന്ന അടയാളങ്ങളെ ശ്രദ്ധിക്കുക, ആ നക്ഷത്രത്തെ പിന്തുടരുക. 2. സത്യം തേടി യാത്ര ചെയ്യുക, ദൈവത്തെ കണ്ടെത്തുക. 3. ആ കണ്ടുമുട്ടലിനു ശേഷം പഴയ ആളായിട്ടല്ല, പൂർണ്ണമായും മാറിയ ഒരു പുതിയ വ്യക്തിയായിട്ട് ജീവിതത്തിലേക്ക് മടങ്ങുക. നോക്കൂ, ജ്ഞാനികൾക്ക് വഴികാട്ടിയ ആ നക്ഷത്രം പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം പല അടയാളങ്ങളും തരുന്നുണ്ടാവാം. അപ്പോ അവസാനം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടൊരു ചോദ്യമുണ്ട്: ആ പ്രകാശത്തെ പിന്തുടരാൻ, സത്യം തേടിയുള്ള നമ്മുടെ സ്വന്തം യാത്ര തുടങ്ങാൻ നമ്മൾ തയ്യാറാണോ?